സെക്രട്ടറി PC അബൂബക്കർ, അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മഹല്ല് ഭാരവാഹികൾ, രക്ഷിതാക്കൾ, ഇന്നിവിടെ അവാർഡും സർട്ടിഫിക്കറ്റും വാങ്ങാനെത്തിയ പ്രിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, കാരണം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വെർച്വൽ മിലാദ് ഫെസ്റ്റിൻ്റെ വേദിയിലാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും അള്ളാഹിൻ്റെ സ്തുതി കൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു പരിപാടി നടത്താൻ കഴിഞ്ഞതിലും നമ്മുടെ മദ്രസയിൽ പഠിച്ച് ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ കഴിഞ്ഞതിലും ഏറ്റവും ആദരണീയരായ മഹല്ലെ ഭാരവാഹികളെ, ഈ മഹല്ലിൻ്റെ ഖത്തീബ് ആരിഫ് ഉസ്താദ്, അതുപോലെ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ സദർ റഹീം ഉസ്താദ്, ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അസീസാജി, അതുപോലെ ജനറൽ സെക്രട്ടറി PC അബൂബക്കർ ഹജി, ഏറ്റവും ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അസീസാജി, മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വം MK അസീസാജി, PC അബൂബക്കർ ഹാജി, മറ്റ് ഭാരവാഹികളെ, ബഹുമാന്യരായ റഹീം ഉസ്താദ്, NS ഉസ്താദ്, ബഷീർ ഉസ്താദ്, മുഹമ്മദ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ഇവിടെ അവാർഡ് ദാനവും അതുപോലെ സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ നടത്താനെത്തിയിട്ടുള്ള പ്രഗത്ഭരായ നേതൃത്വം, തച്ചറോക്ക് അബൂബക്കർ സാഹിബ് അടക്കമുള്ള അബൂബക്കർക്ക, മറ്റ് നേതാക്കന്മാരെ, അലിഫി യൂത്ത് വിങ്ങിൻ്റെ, അതുപോലെ ഈ പരിപാടിയുടെ സംഘാടകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികൾ, അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ലോകാനുഗ്രഹിയായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവതങ്ങൾ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പഠിച്ചതിലും വ്യക്തികളുടെയും കൂട്ടായ്മകളിലുമൊക്കെ ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനുള്ളിൽ ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പ്രകാശമാണ്, പ്രകാശസമ്പന്നമാണ്, എന്നാൽ ഉള്ളിൽ ഇരുട്ടാണ്. അതിവ്യക്തിഹത്യയുടെ, അസൂയയുടെ, അഹങ്കാരത്തിന്റെ ഇരുട്ട് മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, കൂരിരുട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അഷ്റഫുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് ഖദ് ജാഅകും മിനല്ലാഹി നൂർ, അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രകാശമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു റഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പ്രവാചക അധ്യാപനത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കായണ്ണ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ സംഘടിപ്പിക്കുന്ന വെർച്വൽ മിലാദ് പ്രോഗ്രാമിന് കായണ്ണ ബസാർ മസ്ജിദുൽ ഫാറൂഖ് കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ അള്ളാഹുവിലേക്കും അവൻ്റെ
ദൂതരിലേക്കും മടങ്ങി വരുന്ന സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിനചര്യകൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ റബീഉൽ മാസത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഈ മഹത്തായ ദിനം കൊണ്ടാടുകയാണ്. അതുപോലെ തന്നെ കായണ്ണയിലുള്ള ഹിദായത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും ഉസ്താദുമാരും എല്ലാം തന്നെ ഈ മഹത്തായ പരിപാടി അത്യാഗ്രഹപൂർവം തന്നെ കൊണ്ടാടുകയാണ്. അതിനുവേണ്ടി കായണ്ണ ബസാർ മാലിക കമ്മിറ്റി എല്ലാവിധ പിന്തുണയും ആശംസകളും അർപ്പിക്കുന്നു. നേതാക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, മഹല്ല് ഖതീബ് ആരിഫ് വാഫി, ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകന്മാരെ, ഇന്ന് ലോകത്ത് എല്ലായിടങ്ങളിലും ഈ മാസം മുഴുവനായി നബിദിനം കൊണ്ടാടുന്ന ഒരു വേളയിലാണ് നാം ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടത്തിയ ഒരു പരിപാടി ഈ രീതിയിലേക്ക് മാറാനുണ്ടായ കാരണം അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമാണ്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ പ്രയാസങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിലേക്ക് ആക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. എന്നാലും നമ്മുടെ കായണ്ണ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയും അതുപോലെ മസ്ജിദുൽ ഫാറൂഖും നമ്മുടെ കൂട്ടായ്മയായ യൂത്ത് വിങ് അതുപോലുള്ള സംഘടനകളൊക്കെ ഒത്തുപിടിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി വൻ ഗംഭീരമാക്കാൻ സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ് ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സെഷൻ 1, സെഷൻ 2 പ്രോഗ്രാമുകൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വേദിയിലുള്ള ഉസ്താദുമാരെ, വിശിഷ്ട വ്യക്തികളെ, സുദീർഘമായി സംസാരിക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ പിഞ്ചുമക്കൾ അവരുടെ പുരസ്കാരങ്ങൾ വാങ്ങാൻ വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഈ ഒരു പരിപാടിക്ക്, ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ മഹല്ല് ഭാരവാഹികൾക്കും അതോടൊപ്പം കമ്മിറ്റിക്കും മറ്റ് യൂത്ത് വിങ്ങിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതുപോലെയുള്ള പരിപാടികൾ ഇനിയും ഭാവിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ റബീഉൽ അവൽ മാസത്തിൽ കായണ്ണ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി ഒരുക്കുന്ന മീലാദ് പരിപാടി 2020 എന്തുകൊണ്ടും പുണ്യം നിറഞ്ഞ ഈ മാസത്തിൽ നമ്മളുടെ പിഞ്ചോമനകളുടെ കലാപരിപാടികളും അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് ഗാനങ്ങളും പ്രസംഗങ്ങളുമൊക്കെ ഒരുക്കി ഒരു മാലയിൽ കോർത്തുകൊണ്ട് വീഡിയോ ക്ലിപ്പായി നമ്മളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് നേരിട്ട് കാണാൻ അവസരമൊരുക്കിയ പ്രിയപ്പെട്ട എൻ്റെ മഹല്ല് കമ്മിറ്റിക്കും അതുപോലെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർക്കും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, മഹല്ല് പ്രസിഡന്റ്,
ഉദ്ഘാടകൻ നമ്മുടെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് മാഷ്, വേദിയിലെ മഹല്ല് ഭാരവാഹികളും അതുപോലെ മദ്രസ ഉസ്താദന്മാരും PTA മദ്രസയുടെ PTA ഭാരവാഹികളും യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, മറ്റ് പ്രിയപ്പെട്ടവർ, ഈ സമയത്തെക്കുറിച്ചും അതുപോലെ ഈ അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രസംഗമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ളൊരു സംസാരങ്ങളോ പാടില്ല എന്നറിയാം. എന്നിരുന്നാലും ചെറിയൊരു സമയം ഞാൻ കവരുകയാണ്. കാരണം നമ്മുടെ മദ്രസയുടെ എല്ലാ മേഖലകളിലും ഞാൻ സത്യത്തിൽ അഭിമാനിക്കുകയാണ്. കാരണം നമ്മുടെ ഉസ്താദുമാർ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിക്കപ്പെട്ട ഒരുപാട് ഉസ്താദുമാർ എല്ലാവരും തന്നെ ഓരോരുത്തർക്കും ഓരോ അവരന്ന് തേങ്ങി അബവായിൻ ദേശത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരന്ന് തേങ്ങി ആരാരുമില്ലായി പൈതലിന് ആരാറ് തുണയേകും തമ്പുരാനേ ആരാരുമില്ലായി പൈതലിന് ആരാറ് തുണയേകും തമ്പുരാനേ ആരാറ് തുണയേകും തമ്പുരാനേ അബവായിൻ ദേശത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരന്ന് തേങ്ങി എട്ടും പൊട്ടും തിരിയാത്ത പൈതൽ എവിടെയും ആശ്രയം കാണാത്ത തെന്നൽ എട്ടും പൊട്ടും തിരിയാത്ത പൈതൽ എവിടെയും ആശ്രയം കാണാത്ത തെന്നൽ എല്ലാം വിധിച്ചുള്ള നാഥാണ്. അവരുടെ മഹല്ല് ഭാരവാഹികളുടെ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ അസ്സലാമു അലൈക്കും. നമ്മൾ ഇത്രയും കാലം നടത്തിയ ഈ നബിദിന പരിപാടിയെ വെച്ച് ഏറ്റവും വലിയ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റ് എല്ലാ പരിപാടിയിലും ഇവിടെ വന്ന് കേൾക്കുക, അന്നേരം നമ്മുടെ ഭക്ഷണം വാങ്ങുക അല്ലെങ്കിൽ കഴിക്കുക പോകാനുള്ള സ്വഭാവമാണ് ഇതുവരെ ഉണ്ടായത്. ഇന്നത്തെ പരിപാടി ലൈവായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരെ കാണുന്ന ഒരു നബിദിനമാക്കി മാറ്റാൻ ഇതിന് അത്രയും